ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. സോ നമ്മൾ ഈ ഒരു സെഷനിൽ KTU യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ്, അതായത് SSD എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് ഓരോ മൊഡ്യൂളിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ S3 ECയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണ് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്ന് പറയുന്നത്. ആൻഡ് ദ സബ്ജക്ട് കോഡ് ഈസ് ECT 201. ഓക്കെ, സോ നമ്മൾ ഈ ഒരു 5 മൊഡ്യൂൾ എടുത്ത് 5 മൊഡ്യൂളിൽ നിന്നും പാർട്ട് എ പാർട്ട് ബി സെക്ഷനിലായിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ സെഷൻ വളരെ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ് ആവാനുള്ള മാർക്ക് എന്തായാലും ഈ സെഷനിൽ ഒപ്പിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് മൊഡ്യൂളിന്റെ സിലബസ് ആദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ സിലബസ് ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം വായിക്കാം, അതിനുശേഷം എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. എലമെന്റൽ ആൻഡ് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് സെമി കണ്ടക്ടറിന്റെ. ദെൻ ഇൻട്രിൻസിക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ വ്യത്യാസം, ഡിഫറൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. കൺസെപ്റ്റ് ഓഫ് എഫക്റ്റീവ് മാസ്, ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അതുപോലെ തന്നെ ഫെർമി ലെവല്, ഡോപ്പിംഗ് ആൻഡ് എനർജി ബാൻഡ് ഡയഗ്രാം, ഇക്വിലിബ്രിയം ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻസ്, density of states and effective density of states, equilibrium concentration of electrons and holes, then excess carriers in semiconductors, generation, recombination mechanism of excess carriers, Cauchy Fermi level. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 1. സോ ഇത് നമ്മുടെ സിലബസ് ആണ്, ഇത് ആൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. സോ ഇതിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, സോ പാർട്ട് എ നമ്മൾ എടുക്കുകയാണെങ്കിൽ 3 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ ഉണ്ടാവുക. സോ പാർട്ട് എയിൽ ഇവർ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എലമെന്റൽ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സിന്റെ ഒരു ഡിഫറൻസ് കാര്യങ്ങൾ ചോദിക്കാം. അതുപോലെ തന്നെ ഇൻട്രിൻസിക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ, എങ്ങനെയാണ് ഡിഫറൻസ് കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനും എന്താണ് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നുള്ളതും ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ P ടൈപ്പ് N ടൈപ്പ് ഈ 2 സെമി കണ്ടക്ടേഴ്സിന്റെ എനർജി ബാൻഡ് ഡയഗ്രാം, ഇക്വിലിബ്രിയത്തിലുള്ള കേസ് ചോദിക്കാം. ഫോർവേഡ് ബയസ് ആവുന്ന സമയത്തുള്ള കേസ് ചോദിക്കാം. അതുപോലെ തന്നെ റിവേഴ്സ് ബയസ് ആവുന്ന കേസിലുള്ള കണ്ടീഷൻ ചോദിക്കാം. അതുപോലെ തന്നെ എക്സസ് കാരിയേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ഡിഫറെൻറ്റ് റീകോമ്പിനേഷൻ മെക്കാനിസംസ് ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കാം. ഡിഫറെൻറ്റ് റീകോമ്പിനേഷൻ മെക്കാനിസംസ് കാര്യങ്ങൾ ചോദിക്കാം. ദെൻ കോസി ഫെർമി ലെവൽ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനും 3 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി എസ്സേ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ മെയിനായിട്ടും നമുക്ക് എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചാർജ് കോൺസെൻട്രേഷൻ, ഇലക്ട്രോൺ ഹോൾ കോൺസെൻട്രേഷൻ, ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അതായത് N0-ന്റെയും P0-ന്റെയും വാല്യൂ, ഫ്രീ ഇലക്ട്രോൺ ഫ്രീ ഹോൾ കോൺസെൻട്രേഷൻ, നമുക്ക് ഡെറിവേഷൻ ഇതിൽ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ റീകോമ്പിനേഷൻ മെക്കാനിസംസ് ഡീറ്റെയിൽഡ് ആയിട്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീകോമ്പിനേഷൻ മെക്കാനിസംസ് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ എനർജി ബാൻഡ് ഡയഗ്രാം, നമ്മുടെ P ടൈപ്പ് N ടൈപ്പ് ഇൻട്രിൻസിക്, ഇതിൻ്റെയൊക്കെ ഇക്വിലിബ്രിയം, ഫോർവേഡ് ബയസ് റിവേഴ്സ് ബയസ് കണ്ടീഷനിലുള്ള എനർജി ബാൻഡ് ഡയഗ്രാം ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് എസ്സേ ആയിട്ട്. അപ്പം ഇത്രയാണ് മൊഡ്യൂൾ 1 നിന്ന് നിങ്ങൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്. ഇനി മൊഡ്യൂൾ 2 നോക്കാം. മൊഡ്യൂൾ 2 നമുക്ക് മെയിൻലി വരുന്നത് സെമി കണ്ടക്ടേഴ്സിലുള്ള കാരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റ്, അത് ഡിഫറെൻറ്റ് മെക്കാനിസംസ്, അതായത് ഡ്രിഫ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഡിഫ്യൂഷനും ഉണ്ട്. ഡ്രിഫ്റ്റും ഡിഫ്യൂഷനും ഉണ്ട്. സോ ഡ്രിഫ്റ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് ടേംസ്, അതായത് കണ്ടക്ടിവിറ്റി, മൊബിലിറ്റി, അതുപോലെ തന്നെ ഈ മൊബിലിറ്റി എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, മൊബിലിറ്റി എങ്ങനെയാണ് ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഡിഫ്യൂഷനുമായി ബന്ധപ്പെട്ട് ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ്, ഐൻസ്റ്റീൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ D/μ = VT അല്ലെങ്കിൽ KT/Q എന്നുള്ള ഫോർമുല ചോദിക്കാം. അതുപോലെ തന്നെ പോയ്സോൺ ഇക്വേഷൻ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഒക്കെ ഡിറൈവ് ചെയ്യാൻ 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കറണ്ട് ഫ്ലോ എന്ന് പറയുമ്പോൾ ഡ്രിഫ്റ്റ് കറണ്ടും ഡിഫ്യൂഷൻ കറണ്ടും ഇത് തമ്മിലൊരു കമ്പാരിസൺ ചോദിക്കാം. ഡ്രിഫ്റ്റും ഡിഫ്യൂഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡിഫ്യൂഷൻ ലെങ്ത്, ഇതുപോലത്തെ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇത് എസ്സേ ആണ് ചോദിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ 3 മാർക്കിന് ഹാൾ എഫക്റ്റ് ചോദിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്താണ് ഹാൾ എഫക്റ്റ്, ഹാൾ വോൾട്ടേജ് അല്ലെങ്കിൽ ഹാൾ കോഎഫിഷ്യന്റ് എന്താണെന്നുള്ളതും ഡയറക്റ്റ് ചോദിക്കാം. ഇനി എസ്സേ ആണെന്നുണ്ടെങ്കിൽ ഹാൾ എഫക്റ്റും അതുപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ട്
അതിൻ്റെ ഹാൾ കോയിഫിഷ്യൻറ്റ്, ഹാൾ വോൾട്ടേജ്, മൊബിലിറ്റി, അങ്ങനെ കുറച്ച് ടേംസ് ഡിറൈവ് ചെയ്യാൻ ഹാൾ എഫക്റ്റ് സെക്ഷൻ എന്ന് ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡ്രിഫ്റ്റും ഡിഫ്യൂഷനിലും കറണ്ടിൻ്റെ ഇക്വേഷൻ, കറണ്ട് ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. അതായത് കറണ്ട് ഡെൻസിറ്റി ഇൻ കേസ് ഓഫ് ഡ്രിഫ്റ്റ് ആൻഡ് കറണ്ട് ഡെൻസിറ്റി ഇൻ കേസ് ഓഫ് ഡിഫ്യൂഷൻ, രണ്ടിൻ്റെയും ഡെറിവേഷൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയാണ് മൊഡ്യൂൾ 2-ൽ നിന്ന് നിങ്ങൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി മൊഡ്യൂൾ 3 നോക്കുകയാണെങ്കിൽ പി എൻ ജംഗ്ഷനാണ് മൊഡ്യൂൾ 3-ൽ വരുന്നത്. സോ പി എൻ ജംഗ്ഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് ടേംസ്, കോണ്ടാക്ട് പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് ഫീൽഡ്, ദെൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ദെൻ എനർജി ബാൻഡ് ഡയഗ്രാം, പി എൻ ജംഗ്ഷന്റെ കേസിലുള്ള എനർജി ബാൻഡ് ഡയഗ്രാം, ദെൻ ഡയോഡ് ഇക്വേഷൻ. ഈ ഡയോഡ് ഇക്വേഷൻ ഒക്കെ ഡിറൈവ് ചെയ്യാൻ എസ് ആയിട്ടാണ് ചോദിക്കുക. ഓക്കെ, സോ ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. സോ എസ് ആയിട്ട് ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെൻ മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്ട്സ് വരുന്നുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട ചില ടേംസ് ആണ് ഇലക്ട്രോൺ അഫിനിറ്റി, വർക്ക് ഫംഗ്ഷൻ. ദെൻ മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്ട്സ് ഏതൊക്കെയെന്ന് ചോദിക്കാം. സിംപ്ലി 3 മാർക്കിന് ചോദിക്കാം. ഓമിക് റെക്ടിഫൈങ് കോണ്ടാക്ട്സ് ഏതാന്നുള്ളതും, അല്ലെങ്കിൽ എസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്ട്സിൽ ഇതിൻ്റെയൊക്കെ എനർജി ബാൻഡ് ഡയഗ്രാം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കറണ്ട് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാം. അതുപോലെ തന്നെ BJT ആണെങ്കിൽ, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ കുറച്ച് ടേംസ് വരുന്നുണ്ട്. ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ, എമിറ്റർ ഇഞ്ചക്ഷൻ എഫിഷ്യൻസി പോലത്തെ ടേംസ് 3 മാർക്കിന് ചോദിക്കാം. അതുപോലെ തന്നെ ബേസ് വിഡ്ത്ത് മോഡുലേഷൻ ഒരു 3 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബേസ് വിഡ്ത്ത് മോഡുലേഷൻ. അതുപോലെ എസ്സേയിൽ നമ്മുടെ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ V0ന്റെ ഡെറിവേഷൻ ചോദിക്കാം. കോണ്ടാക്ട് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡെറിവേഷൻ ചോദിക്കാം. അതുപോലെ ഡയോഡ് ഇക്വേഷന്റെ ഡെറിവേഷനും, ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. ഇനി മൊഡ്യൂൾ 4-ലേക്ക് പോവാം. മൊഡ്യൂൾ 4-ൽ ഐഡിയൽ മോസ് കപ്പാസിറ്റർ. സോ മോസിന്റെ കേസിലുള്ള എനർജി ബാൻഡ് ഡയഗ്രാം അതൊരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ഷുവർ ആയിട്ടും ചോദിക്കും. സോ അത് 2-3 കേസിൽ ചോദിക്കും. ഇക്വിലിബ്രിയത്തിലുള്ള എനർജി ബാൻഡ് ഡയഗ്രാം ചോദിക്കും. ഇക്വിലിബ്രിയത്തിലുള്ള മോസിന്റെ കേസിലുള്ള എനർജി ബാൻഡ് ഡയഗ്രാം ചോദിക്കും. ഇനി 3 മോഡ് ഓഫ് ഓപ്പറേഷൻ ചോദിക്കാം. അക്യുമുലേഷൻ, ഡിപ്ലീഷൻ, ഇൻവേർഷൻ. അക്യുമുലേഷൻ, ഡിപ്ലീഷൻ, ഇൻവേർഷൻ, ഈ 3 മോഡ് ഓഫ് ഓപ്പറേഷൻ ചോദിക്കാം. 3 മോഡ് ഓഫ് ഓപ്പറേഷന്റെ കേസിലുള്ള എനർജി ബാൻഡ് ഡയഗ്രാം അതൊരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ത്രഷോൾഡ് വോൾട്ടേജ് എന്താന്നുള്ളതും അതിന്റെ ഒരു എക്സ്പ്രഷനും സിഗ്നിഫിക്കൻസും, എന്താണ് ബോഡി എഫക്റ്റ് അതൊരു 3 മാർക്കിന് പാർട്ട് എയിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ബോഡി എഫക്റ്റ്? സോ ത്രഷോൾഡ് വോൾട്ടേജിൽ എന്ത് ചേഞ്ച് ആണ് ബോഡി എഫക്റ്റ് കൊണ്ട് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാം. അതുപോലെ തന്നെ മോസ്ഫെറ്റിന്റെ ഒരു കൺസ്ട്രക്ഷൻ, അതിന്റെ സ്ട്രക്ചർ കാര്യങ്ങൾ, മോസ്ഫെറ്റ് ഒരു കൺസ്ട്രക്ഷൻ ഒരു എസ് ആയിട്ട് ഒരു പാർട്ട് ബിയിൽ ഒരു 8 മാർക്കിനൊക്കെ ചോദിക്കാം. മോസ്ഫെറ്റിന്റെ സ്ട്രക്ചർ, ഡിഫറെന്റ് ടൈപ്സും അതിന്റെ കൂടെ ചോദിക്കാം. പിന്നെ എസ് എയിൽ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതിന്റെ ഡ്രെയിൻ കറണ്ടിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. അതായത് ഐഡിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. ഐഡിയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ 2 റീജിയനിൽ ചോദിക്കാം. ലീനിയർ റീജിയൻ ഓഫ് ഓപ്പറേഷനിലും സാച്ചുറേഷനിലുമുള്ള ഡ്രെയിൻ കറണ്ടിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. ലീനിയർ ആൻഡ് സാച്ചുറേഷൻ റീജിയനിലുള്ള ഡ്രെയിൻ കറണ്ടിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. അതുപോലെ തന്നെ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പൊ ഇത്രയാണ് മൊഡ്യൂൾ 4 എന്നുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി മൊഡ്യൂൾ 5 മെയിൻ ആയിട്ടും മോസ്ഫെറ്റിന്റെ സ്കെയിലിംഗ്, മോസ്ഫെറ്റ് സ്കെയിലിംഗ് ഏതൊക്കെയാന്നുള്ളത് ബ്രീഫായിട്ട് 3 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ എസ് എയിൽ ചോദിക്കാം. വാട്ട് ഇസ് എ നീഡ് ഫോർ സ്കെയിലിംഗ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കെയിലിംഗ്, കോൺസ്റ്റന്റ് വോൾട്ടേജ് സ്കെയിലിംഗും കോൺസ്റ്റന്റ് ഫീൽഡ് സ്കെയിലിംഗും. ഓക്കെ, ഇത് എന്താന്നുള്ളതും അതിന്റെ ഒരു കമ്പാരിസണും എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പാർട്ട് എയിൽ സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ ഇൻ മോസ്ഫെറ്റ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ചാനൽ എഫക്റ്റ് ഏതൊക്കെയാന്നുള്ളതും 5 ഷോർട്ട് ചാനൽ എഫക്റ്റിൽ ഏതെങ്കിലും ഒരു ഷോർട്ട് ചാനൽ എഫക്റ്റ് 3 മാർക്കിന് ചോദിക്കാം. അതായത് ചാനൽ ലെങ്ത് മോഡുലേഷൻ വരുന്നുണ്ട്, ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗ് വരുന്നുണ്ട്, വെലോസിറ്റി സാച്ചുറേഷൻ വരുന്നുണ്ട്, ത്രഷോൾഡ് വോൾട്ടേജ് വേരിയേഷൻസ് വരുന്നുണ്ട്, ഹോട്ട് കാരിയർ എഫക്റ്റ്. അപ്പൊ അങ്ങനെ 5 ഷോർട്ട് ചാനൽ എഫക്റ്റ് ആണ് ഉള്ളത്. ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് 3 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ എസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷോർട്ട് ചാനൽ എഫക്ട്സ് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മളോട് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ 5 ഷോർട്ട് ചാനൽ എഫക്റ്റും എസ് എ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഈ രീതിയിലാണ് എസ് എ വരുന്നത്.
ദെൻ ഫിൻഫെറ്റ് ചോദിക്കാം. ഫിൻഫെറ്റും മോസ്ഫെറ്റും തമ്മിലൊരു കമ്പാരിസൺ 3 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ എസ്സേയിലാണെങ്കിൽ ഫിൻഫെറ്റിന്റെ ഒരു കൺസ്ട്രക്ഷൻ, വർക്കിംഗ് കാര്യങ്ങളൊക്കെ എസ്സേയിൽ ചോദിക്കാം. അതായത് അതിന്റെ സ്ട്രക്ചർ, ഓപ്പറേഷൻ, അഡ്വാൻറ്റേജസ് കാര്യങ്ങൾ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. സോ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 5 എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സെഷനിൽ ECT 201 സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് യൂണിവേഴ്സിറ്റി എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, പാർട്ട് എ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ ഇതുപോലത്തെ സെഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.